ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അല്ല, അവർ യൂട്യൂബ് ചാനൽ. എവിടെ സ്വന്തം കാര്യം മാത്രമേ. അപ്പോൾ ഞങ്ങളിന്ന് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വെച്ചു. ഡേ ഇൻ അവർ ലൈഫ് എടുക്കാമെന്ന് വെച്ചു അല്ലേ. കുത്തി എഴുന്നേപ്പിച്ചിട്ടാണ് ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്നത്. കുറേ നാൾക്ക് ശേഷം ഒന്ന് ആക്റ്റീവ് ആവാമെന്നൊക്കെ വിചാരിച്ച് നല്ല എന്താ പറയുക ദൃഢജ്ഞാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ചെറിയ നമ്മുടെ എന്താ പറയാ വല്ലതും വാ തുറന്നിട്ട് ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ ഇന്ന് എന്തൊക്കെ ചെയ്യുന്നു, നമ്മൾ എന്തൊക്കെ കാണിക്കണം, ഇതാണ് ഇപ്പൊ പറഞ്ഞു വരുന്നത്. അതിനെയാണ് ഇത്ര ഇങ്ങനെ വരാനുള്ളത്, ഇങ്ങനെയാണ് ചുറ്റണേ. ഓക്കെ, ഞാൻ രാവിലെ എണീറ്റ് ബ്രഷൊക്കെ ചെയ്ത് നിൽക്കുകയാണ്. ഇയാൾ ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ. ഇനി പോയി കിച്ചണിൽ പോയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. പിന്നെ ചെറിയ രീതിയിലൊരു വർക്കൗട്ട് ഉണ്ട്, അങ്ങനെ ചെയ്യണം. എൻ്റെ നാത്തൂൻ നമ്മുടെ പെങ്ങളിത് വൃത്തിക്ക് നല്ല ചപ്പാത്തിയുടെ മാവ് കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പോയി ഇനി കറി ഉണ്ടാക്കണം. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ചെറിയൊരു വ്ലോഗാണ് നമ്മൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് അല്ലേ. യെസ്. അപ്പോൾ അടുത്തത് നമ്മളിങ്ങനെ കുക്ക് ചെയ്യാനുള്ള പരിപാടിയിലാണ്. പക്ഷേ ഞാനല്ല, ഇവിടുത്തെ വീട്ടിലെ എന്താ പറയുക ഗൃഹനാഥ ആയിട്ടുള്ള എൻ്റെ ഭാര്യ ഭയങ്കര കുക്കിങ്ങിലാണ്. ഉള്ളിയൊക്കെ ചെത്തി ഒരു വിരുദ്ധമായിട്ട് വൃത്തിതേ ഇവിടെ ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കുന്നു, ചപ്പാത്തി കുഴച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ജിമ്മിൽ പോകണം, ജസ്റ്റ് ഒന്ന് വർക്കൗട്ട്, നല്ല ശീലങ്ങളൊക്കെ കൊണ്ടുവരാമെന്ന് വെച്ചു. ഇവിടെ ഒരാൾ രാവിലെ എണീച്ച് ഇത് പാട്ടയിലും കുപ്പിയിലൊക്കെ എന്തൊക്കെയോ വെള്ളമൊക്കെ കലക്കി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഇത് എന്ത് ഡ്രിങ്ക് ആടി? യെസ്, അതാണ് ഈ സാധനം. ഇത് കുടിച്ചാൽ എന്തൊക്കെയോ സംഭവിക്കും. ഒന്നുമില്ല, ഇത് എന്താ പറയാ, വെള്ളത്തില് കുക്കുംബറും മിന്റും ലെമണും ഒക്കെ ഇട്ടിട്ട് ഞാനിങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച വെള്ളമാണ്. നമ്മുടെ സ്കിന്നിനും ബോഡിക്കും നമ്മുടെ എന്താ പറയാ ബെറ്റർ ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ്. നമ്മളൊരു സ്കിന്നൊക്കെ ഇങ്ങനെ പളപളപളാന്നിങ്ങനെ അങ്ങനെയൊന്നും അല്ല, നമുക്ക് കുറച്ചൊന്ന് അതിനൊക്കെ ഒന്ന് കെയർ ചെയ്യാൻ പറ്റും. നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ടോക്സിക് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വൃത്തികെട്ട അഴുക്കുകൾ ഉണ്ടെങ്കിലോ ഒക്കെ മാറും. നല്ല വെള്ളമാണ്, നല്ല വെള്ളം. ഡെയിലി നമ്മൾ ഒരു ഗ്ലാസ് കുടിക്കുന്ന ഏറ്റവും നല്ലത് മിന്റ് ലീഫാണ്. ഡെയിലി നമ്മൾ ഒരു ഗ്ലാസ് കുടിക്കുന്നത് എല്ലാവർക്കും കുടിക്കാൻ പറ്റുമോ? എല്ലാവർക്കും കുടിക്കാൻ പ്രത്യേകതയൊന്നുമില്ല. പക്ഷെ ഞാൻ കുടിക്കാറില്ല. ഒന്നും നല്ലത് കൊടുത്തു കഴിഞ്ഞാൽ കുടിക്കാറില്ല. പിന്നെ ഞാനിത് അങ്ങനെ എന്നും കുടിക്കുന്ന സംഭവം അല്ലായിരുന്നു. ഇപ്പൊ ഷൂട്ടൊക്കെ കഴിഞ്ഞൊന്ന് ഫ്രീ ആയപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചു സെൽഫ് കെയർ ചെയ്യുന്നത് കൊണ്ട് നല്ലതല്ലേ എന്ന് തോന്നി. തീർച്ചയായും. അതുകൊണ്ട് അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കുറച്ചൊന്ന് നല്ല ഇപ്പൊ പ്രോപ്പർ രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഞാൻ രാവിലെ എണീറ്റിട്ട് ഒരു ഹാഫ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും, പ്ലെയിൻ വാട്ടർ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു ഡ്രിങ്കാണ് കുടിക്കുന്നത്. ഇതാണ് ഡീടോക്സ് ഡ്രിങ്ക്. 1.5 ലിറ്റർ വെള്ളം, 2 ലിറ്ററിൻ്റെ ഒരു ബോട്ടിലാണ്. അതിനുള്ളിൽ ഒരു ഹാഫ് ലെമണിനെ കട്ട് ചെയ്തിട്ടു. കാരണം നമ്മൾ എംപ്റ്റി സ്റ്റൊമക്കിൽ ലെമൺ ഒരുപാട് എടുക്കുന്നത് നല്ലതല്ല, അസിഡിക് ഇഷ്യൂസ് വരും. അതുകൊണ്ട് പിന്നെ കുക്കുംബറൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ജിഞ്ചർ കട്ട് ചെയ്തിടാം, ഇഷ്ടമുള്ള രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. ഞാൻ ആദ്യം ലെമണും കുക്കുംബറും. അപ്പോൾ സംഭവം ഒരു അടിപൊളി സാധനമാണ് അല്ലേ. ടേസ്റ്റ് ഡിപ്പെൻസ് ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഞാനിത് പ്രിപ്പയർ ചെയ്തിട്ട് ഇപ്പോൾ ഒരു 3ാമത്തെ ദിവസമായി. ഇന്നലെ കുടിച്ചു, പ്രിപ്പയർ ചെയ്ത് പിറ്റേ ദിവസത്തേക്ക് ആണ് ഞാൻ എടുത്തത് ഫ്രിഡ്ജിൽ വെച്ചിട്ട്. അപ്പോൾ ഓരോ ദിവസം കഴിയുന്തോറും ഇതിൻ്റെ എക്സ്ട്രാക്ട് മൊത്തം ഈ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ അതിനൊരു ടേസ്റ്റ് വ്യത്യാസം വരും, പുളിപ്പൊക്കെ വരും. അത് ഇഷ്ടപ്പെടുന്നവർക്ക് കുടിക്കാം, എനിക്കിഷ്ടമാണ്. വേറെ 2 ആൾക്കാരെ കാണിച്ചു തരാം. 2 ആൾക്കാരോട് ഞാൻ മിക്സ് ചെയ്തു, കാണിക്കാൻ വിട്ടുപോയി. എന്നാമേ അവർ സ്പെഷ്യൽ ആൾക്കാരാണ്, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും. ഇതാണ് നമ്മുടെ ജെറീനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ വേറൊരാളും കൂടി ഉണ്ട്, റോസമ്മ. അതാണ് അവൾ ഭയങ്കര പവറുള്ള ആളാണ്, ഭയങ്കര സംഭവമാണ്. ഇവനങ്ങനല്ലേ, ഇവൻ ശുണ്ടന കണ്ട ചാടിപ്പോയി. നോച്ചിട്ട്
അതെ ഒരുത്തും ചാടിപ്പോയി. ഇതേ ഇതാണ് റോസമ്മ. ഇതാണ് എനിക്ക് ഇവളാണ് നമ്മുടെ ശുദ്ധമണി. ഹായ്. ഇവിടെ സുഖിച്ച് കിടക്കാണ്. ഇവിടെ നല്ല ബാൽക്കണിയിൽ കാറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ സുഖമായിട്ട് ഇവിടെ കിടന്നുറങ്ങി ശുണ്ടരി പോണം അല്ലേ? എൻ്റെ ഒരുത്തന്ത് അവിടെ നിന്ന് ചാടി ഓടി. വീണ്ടും നിങ്ങളോ? നീ വാടാ, ഇവിടെ വാടാ, ഇവിടെ വാടാ. ഭയങ്കര സാധനമാണ്. എന്തായി? അങ്ങനെ സവോളയ്ക്കത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈസി ആയിട്ട് നമുക്ക് വന്നിട്ട് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്യാമല്ലോ. ക്രഷ് ചെയ്തതാ. ഓക്കെ ഓക്കെ, അപ്പോൾ പോവാം. ഇറങ്ങാം. Come on, let's go. ഹലോ, നമുക്കൊരു അതിഥിയൊക്കെ ഉണ്ട്. ഇടയ്ക്ക് വന്നിട്ട് പോകും. എന്നിട്ട് ഇവിടെ അതെ മറ്റേ പപ്പും പൂടെയൊക്കെ കൊഴിച്ചിട്ടിട്ട് പോവും. നീ വാ, വർക്കൗട്ട് പോവാം. വാ പോവാം. നമ്മൾ വർക്കൗട്ടിന് പോവാണ്. ഹൈ ട്രെയിൻ. ഇതിൽ കൂടെ ട്രെയിൻ, പിന്നെ മുകളിൽ കൂടെ ഫ്ലൈറ്റൊക്കെ പോവും. ഒരു സമയത്ത് പോകുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ എപ്പോഴേലും കിട്ടുവാണെങ്കിൽ ഞങ്ങൾ എടുത്തു വയ്ക്കുന്നതാണ്. ഇതിൻ്റെ അപ്പുറത്ത് കടലാണ്. ഇതിൻ്റെ അപ്പുറത്ത് നമ്മൾ വർക്കൗട്ടിന് പോകുന്നത് എവിടെയാണ് പറ? 19th ഫ്ലോർ. അപ്പോൾ സംഭവം നമ്മുടെ ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ മുകളിൽ തന്നെ നമുക്കൊരു ജിമ്മൊക്കെ ഉണ്ട് അല്ലേ? സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ നമ്മൾ ഉപയോഗിക്കാറില്ല മാത്രം. അങ്ങനെ നമ്മൾ ടോപ്പിലെത്തി. ഇതാണ് ഇവിടുത്തെ വ്യൂ. നല്ല കാറ്റുണ്ടാവും, ചിലപ്പോൾ സൗണ്ടൊന്നും കേൾക്കില്ല. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ജിം. ഇപ്പുറത്ത് കിടിലൻ വ്യൂ ആണ്. എൻ്റെ അമ്മ, ദിസ് ഈസ് ദ വ്യൂ. ഇതിൻ്റെ മുകളിൽ സ്വിമ്മിംഗ് പൂളുണ്ട്. ഇതിൻ്റെ മുകളിലാണ് വരുന്നത്. അപ്പോൾ പെട്ടെന്ന് ഇനി വർക്കൗട്ട് ചെയ്ത് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ ജിം. അങ്ങനെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞു. ചെറിയ തോതിലൊരു വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് ക്ഷീണിതന്മാരായിട്ട് ഇരിക്കുകയാണ്. ഇനി പോയിട്ട് നല്ല ഫുഡ് കഴിക്കും. വർക്കൗട്ട് ആയതുകൊണ്ട് ഭയങ്കര ക്ഷീണമുണ്ട്. എന്താ അത്യാവശ്യം ഞാൻ ചെയ്തില്ലേ? അപ്പോൾ ഇനി ഒന്ന് ഫ്രഷായിട്ട് ഒന്ന് കുളിക്കണം. ഫ്രഷായിട്ട് കുളിക്കണം. കുളിച്ചിട്ട് ഒന്ന് ഫ്രഷായിട്ട് ഈ ആൾക്ക് കുളിക്കുക തിന്നുക ഇത് മാത്രമേ ഉള്ളൂ. അല്ല, ഒരു നേരം ഉള്ളൂ. എടി നല്ല ഫുഡ് കഴിക്കാൻ വേണ്ടി ഞാനിങ്ങനെ കാതോർത്ത് നിൽക്കാണ്. അല്ല കാതോർത്തല്ല, ഹലോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി നേരെ ലുലു. അങ്ങനെ ഞങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ്. വലിയ കാര്യമായിട്ടൊന്നുമില്ല, ചുമ്മാ ബോറടിച്ചപ്പോൾ പോവാം. എന്തെങ്കിലുമൊക്കെ ഒന്ന് മേടിക്കണം. ഹായ്. അപ്പോൾ അങ്ങനെ ലുലു എത്തി. നല്ല തിരക്കുണ്ട്. ഈദാണ് അവിടെ. അതെ, ഈദായതുകൊണ്ട് അല്ലേ, നമ്മൾ ഹാപ്പി ഈദ് പറഞ്ഞില്ല. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്. ഇത് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും ഇതെല്ലാം കഴിയത്തില്ലേ? കഴിയും, എന്നാലും ഇരിക്കട്ടെ. അപ്പോൾ ഹാപ്പി ഈദ്. ഉള്ളിപ്പ
പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. കുറേ നാളായി ഒന്നും ഇങ്ങോട്ട് വന്നിട്ടല്ലേ. കുറച്ച് നാളായി ഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ ചുമ്മാ വീട്ടിലിരുന്ന് ഡയറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളങ്ങനെ പോവാണ്. പിന്നെ വല്ല മൂവീസൊക്കെ ഇവള് ഡയറ്റ് എടുക്കും. ഞാനും അങ്ങനെ വലിയ ഡയറ്റ് ഒന്നും അല്ല. ആവശ്യമില്ലാത്ത ഭക്ഷണമൊക്കെ ഒന്ന് കുറച്ച് മധുരമൊക്കെ കുറച്ച് അത്ര തന്നെ വലിയ അത്രേ ഉള്ളൂ. പിന്നെ ചായ അങ്ങനത്തെ ഉള്ള സാധനങ്ങൾ കുറച്ചു. നീ എല്ലാം ഇവള് തന്നെ, ഞാനല്ല. എന്നാലും ഞാൻ ഇടയ്ക്ക് ഒന്ന് ഡയറ്റ് എടുക്കാറുണ്ട്. ഇപ്പൊ ഞാൻ ആഴ്ചയിൽ ഒരു 5-6 ദിവസം ചായ പിടിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് ഉള്ളിൽ പോയിട്ട് കുറച്ച് സാധനം മേടിക്കണം. ഇനി അങ്ങനെ കുറച്ച് പരിപാടികൾ എല്ലായിടത്തും വെച്ചല്ലേ. അതെ അതെ, നയാ പൈസ ഇല്ല. അപ്പോ അല്ല, ഫസ്റ്റ് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കണം, എന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അങ്ങനെ കുറച്ച് പരിപാടികൾ. അങ്ങനെ ഞങ്ങളത് ഫുഡ് കോർട്ടിലേക്ക് പോവാണ്. ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിക്കാനായിട്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് അല്ലേ? ഞാൻ താഴത്ത് വന്നു കഴിഞ്ഞാൽ എങ്ങനെ കിട്ടുക? കുറച്ച് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പിന്നെ നമ്മുടെ പ്രശാന്ത് ഏട്ടൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, കണ്ടോ, എന്തെങ്കിലും സാധനം മേടിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ പോക്കാം. പിന്നെ ഈ വഴിക്കേ ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ഈ ലുലുവിൽ കണക്റ്റ് എന്ന് പറയുന്ന സെക്ഷനകത്ത് ആണുങ്ങളെയും കൊണ്ടുപോകാനേ പറ്റൂല. അപ്പൊക്ക് വിശക്കണം. ഭക്ഷണം വാങ്ങിത്തരൂ പ്ലീസ്. ഭക്ഷണം വാങ്ങിത്തരാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പ്രത്യേകിച്ച് ഷോപ്പിങ്ങിനോ എന്തെങ്കിലും ആവശ്യത്തിന് എന്ത് സാധനം മേടിക്കാൻ പറ്റും, നിങ്ങൾ ആണുങ്ങളെ കൂട്ടരുത്. തനിച്ച് പോവാ പ്ലീസ്. ഇല്ലേ ദേവു? ഞങ്ങൾ രണ്ടുപേരാണെങ്കിൽ കറക്റ്റ് സാധനങ്ങളൊക്കെ ഷോപ്പിങ്ങിന് പോകുന്ന സമയത്ത് ഈ മറ്റേന്താ പറയുക, ജ്വല്ലറി അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ഈ ഡ്രസ്സ് എടുക്കാൻ പോകുന്ന സമയത്ത് പെണ്ണുങ്ങളെ കൂട്ടണം. പെണ്ണുങ്ങൾ ഒറ്റയ്ക്ക് വിടാം. അതാണ് പറഞ്ഞത്, ആണുങ്ങൾ ശല്യം ചെയ്യുന്നത്. നമ്മൾ ഒരുമിച്ച് പോകും. കറക്റ്റ് ഒരു 3 മണിയായിട്ടോ. വിശന്നിട്ടാണെങ്കിൽ എനിക്ക് സംഭവമൊന്നും വരുന്നില്ല. വിശക്കുന്നു. ഞാൻ ഒരു ഭാഗം വാങ്ങി തരില്ലേ? കണക്റ്റിൽ കണ്ടു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഓരോ ഓരോന്നും കത്തിച്ച് നോക്കി തൃപ്തി അടക്കാണ്ട് പിന്നെ ഒരു മണിക്ക് നമുക്ക് നോക്കാന്ന് പറഞ്ഞ് വന്നതാണ്. പൊന്നോ, ഞാനിവിടെ ഫുഡിന് വെയിറ്റിംഗ് ആണ്. എനിക്ക് വിശപ്പ് താങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ചായന്ന് നല്ലൊരു കോഫി വാങ്ങി. ഒരാൾ ഫുഡൊക്കെ മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് കുറേ സമയം നോക്കട്ടെ. ക്രൗഡാണ്. ദേവു മൗനവ്രതത്തിലാണ്. ഒരാൾ ചിക്കൻസിലൊക്കെ കേറി ഇറങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയത് അടിപൊളി. എനിക്ക് ഇതൊന്നും പറ്റില്ല കേട്ടോ. ഒരു സമയം കഴിഞ്ഞാൽ എനിക്ക് നല്ല എന്തെങ്കിലും ഒരു ചൂടോടെ എന്തെങ്കിലും. ഞാൻ ഒരു പീസ് മാത്രം, ബാക്കി എല്ലാ ഇയാളും. ഓ പിന്നെ എൻ്റെ പേര് പറഞ്ഞ് മേടിക്കും, പക്ഷെ മൊത്തം കഴിക്കുന്നത് ആരായിരിക്കും? കാണാം. എന്താ മേടിച്ച? ഓക്കെ, ഇതിന് ശേഷമുള്ള വീഡിയോയും ഞാൻ ഇതിൻ്റെ കൂടെ ഇടുന്നതായിരിക്കും. അതാണ്, ഇതിന് ശേഷമുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കും. നല്ല ചൂട്, നല്ല വിശപ്പ്. ഹായ്. അപ്പോൾ അങ്ങനെ ഹൈപ്പറിൽ നമ്മൾ കയറി. അങ്ങനെ ഹൈപ്പറിൽ നമ്മൾ കയറി. അതെ അതെ, അതിൻ്റെ ഇതിൽ വയറൊക്കെ ഫുള്ളായിട്ട് ഗ്യാസ് നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് എനിക്ക് വയറ് പറയാനൊന്നും കിട്ടില്ല. അപ്പോൾ നമ്മൾ ഹൈപ്പറിൽ കയറി. ഇനി നമ്മുടെ ജെറിക്കും റോസിക്കും വേണ്ടിയിട്ട് കുറച്ച് ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ മേടിക്കണം. പിന്നെ ഇവളുടെ ഡയറ്റിൻ്റെ സാധനങ്ങൾ മേടിക്കണം. പിന്നെ ഒരാൾ വരും, ഒരു കാമദേവൻ. കാമദേവനല്ല, നമ്മുടെ അണ്ണൻ
നമ്മുടെ അണ്ണൻ കീ ജയ്. നമ്മുടെ അണ്ണൻ വരും, ഇപ്പോൾ എൻട്രി ആവും. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഓക്കെ, നമ്മൾ കുറേ ടിഷ്യൂസ് എടുക്കണം. ഇനി ഫുള്ള് നമ്മൾ ഇതിലായിരിക്കും. ഇനി പുളി നനയൊന്നുമില്ല, ടിഷ്യൂ വെച്ചായിരിക്കും ഫുള്ള്. അതെ, എൻട്രൻസിൽ വന്നു. തന്നെ എത്ര നേരമായിട്ടോ വെയിറ്റ് ചെയ്ത് നിൽക്കണം? അല്ല, കുറച്ചും അടുത്തൊന്നും ഓടിയിട്ടില്ല. അല്ല, ചിലവര് നമ്മളെ പറ്റി എന്തൊക്കെയോ ഒരു അപവാദങ്ങൾ അല്ലേ പറയുന്നില്ല. എന്നാലും പറ, ഈ വേദിയിൽ വെളിപ്പെടുത്താൻ താല്പര്യമുണ്ടോ? അതോ അപ്പൊ പറ, ആരായിരുന്നു അത്? എന്തായിരുന്നു അപവാദം? പറ. എല്ലാവരും സൂക്ഷിക്കണം. ഈ കൂളിംഗ് ഗ്ലാസ് ഇട്ട് ഈ മോന്ത കണ്ടിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് പറയാൻ തോന്നുന്നത്? ശരി, വന്ന സ്ഥിതിക്ക് ഒരു 5-6 കടലുണ്ടായി. എന്നെ ടിക്കറ്റ് എടുക്കുന്നതോ വേറെ ആരും? തന്റെ ബ്ലോഗ് എവിടെ? പുതിയ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതെ, ഡിംഗ് അല്ല, നമുക്ക് മറ്റേ വീഡിയോസ് പ്ലാൻ ചെയ്യണ്ടേ? ഇനി നിങ്ങൾ പ്രേക്ഷകർ കാത്തിരിക്കേണ്ട ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിശ്ചലമായ ഒരു സംഭവം വരാൻ പോവാണ്. ഞങ്ങൾ പുതിയൊരു സാധനം പ്ലാൻ ചെയ്തിരിക്കും, ഒരു വെബ് സീരീസിന് മോഡൽ സാധനം പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ള ഇങ്ങനെ വർക്കൗട്ട്, ഇത് ഡയറക്ടറാണ്, പ്രൊഡ്യൂസറാണ്, എല്ലാം രണ്ടാമത് പറഞ്ഞത് തിരുത്തണ്ട കേട്ടോ, അത് ഇവരാണ്. ചിലപ്പോൾ അത് ഓടി കിട്ടുമായിരിക്കും. കുറച്ചുകൂടെ അടുത്ത് നല്ല ക്ലാരിറ്റി കിട്ടും. ക്യാമറ ഞാൻ പോയിട്ട് എനിക്ക് 4:40 പടം. ഇപ്പൊ 5 മണിയായി. ഇനി കുറച്ചെങ്കിലും പോയി കാണട്ടെ. അവരുടെ ചിലവിൽ എന്നെ കൊണ്ടുപോകണം. അല്ല, സംഭവം 4:40 പടം. ഇപ്പൊ 5 മണിയായി. 15 മിനിറ്റ് ഷോ കൂടി അരമണിക്കൂറെങ്കിലും കാണുമ്പോൾ അങ്ങനെ ഷോപ്പിംഗ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുന്നു. ഒരു പണി എടുക്കാണ്ട് എന്താ സുഖം. ഭർത്താവിനെ ഫുൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭാര്യയാണ് ഞാൻ കണ്ടോ. തീർച്ചയായും ഒരു വെള്ളിയാഴ്ച തള്ളുന്നുണ്ട് അവള്. മാതൃക ഭാര്യയെ കണ്ടോളൂ. ഭാര്യയെ മാതൃക പുരുഷൻ പുരുഷോത്തമൻ ശരിയാ. ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഷോപ്പ് ചെയ്ത് കഴിഞ്ഞു. കാണിച്ചു കൊടുക്കും. ഇതാണ് നമ്മൾ ഷോപ്പ് ചെയ്ത സാധനങ്ങൾ, ഐറ്റംസ്. കണ്ടാൽ ഫുൾ ടിഷ്യൂ പയം. ടിഷ്യൂ കൊണ്ട് തോരൻ, അവിയൽ എല്ലാം ടിഷ്യൂലാണ്. നീ കുടിക്കുമ്പോൾ ഒരു ടിഷ്യൂലേ. എന്താ പ്ലാൻ നെക്സ്റ്റ്? ഇന്നത്തെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ അപ്പൂനെ കാണണം. അതെ, അപ്പൂനല്ലേ? അതെ, അപ്പൂനെ കാണണം. എൻ്റെ വീട്ടിൽ പോകണം. അതെ, ഇനി ഇവളുടെ വീട്ടിൽ പോകുന്നു. അച്ഛനെ കാണണം. അച്ഛനിങ്ങനെ വയ്യായികൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ഛനെ കൂടെ ഒന്ന് കാണാനുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡേ ഇൻ മൈ ലൈഫിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ലുലു കറങ്ങാൻ വേണ്ടി വന്നതല്ലേ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ഇതാണ്, ലുലു കറക്കം. അങ്ങനല്ല, ഒരു ദിവസം സത്യം പറഞ്ഞാൽ ലുലു കയറി കഴിഞ്ഞാൽ പിന്നെ ചുമ്മാ ഓരോന്ന് നോക്കി. അത് ശരിയാണ്, ഒരു ദിവസം നമുക്ക് ഇവിടെ തന്നെ പോകും. അതാണ് വേറൊരു കാര്യം. പിന്നെ ഇന്ന് ഈദ് മുബാറക്കിൻ്റെ ഇതായതുകൊണ്ട്, തിരക്കും കൂടെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ജനങ്ങളുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കാൻ തന്നെ ഒരു 3/4 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് ഒരു സീറ്റ് കിട്ടിയത്. അതാണ് വേറൊരു കാര്യം. ഓക്കെ, അപ്പോൾ ഞങ്ങളിനി അച്ഛനെ കാണാൻ പോവാണ്. ഓക്കെ 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 മതി മതി മതി. ബൈ ബൈ ബൈ. കൂടുതൽ തൊള്ളവർക്കാണ്ടിരിക്കുന്നതല്ല, അതുകൊണ്ട് ബൈ. അങ്ങനെ ലുലുന്ന് വിട്ടു. ഞങ്ങളിതാ പൊക്കോണ്ടിരിക്കുകയാണ്. ഇനി വീട്ടിൽ പോവാം, എൻ്റെ വീട്ടിൽ പോവാണ്. അപ്പോൾ എൻ്റെ കുഞ്ഞു പകുണ്ട്, അവനെ കാണണം, അച്ഛനെ കാണണം,
അച്ഛന് ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഒന്ന് ഹോസ്പിറ്റലൊന്ന് ചെക്കപ്പിനൊക്കെ പോയിട്ട് ആള് വന്നു. അപ്പോൾ ആളെ ഒന്ന് കാണാൻ പോകണം. അതിനാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. കണ്ടോ അവിടെ ലുലുലു പോയി കഴിച്ച KFCയുടെ പവർ. അതെ ആ കഴിക്കണ വീഡിയോ എടുത്താ വിട്ട് വെച്ചു. നീയൊക്കെ അതിന് ആകെ 2 പീസല്ലേ തന്നുള്ളൂ. ടോട്ടൽ 10 പീസ് ഉണ്ടായിരുന്നു. അത് മൊത്തം ഞാനത് 8 പീസ് ഞാനത്. അത് കാണാനുണ്ട്. ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. കൊറേ ചിക്കന്റെ കാലും കയ്യൊക്കെ അവിടെ കിടപ്പുണ്ടായിരുന്നു. അയ്യോ, ഒരുത്തന്റെ വരവ് കണ്ടോട്ടാ. ഹായ് അപ്പു, ഹായ് അപ്പു, ഹായ് തക്കരെ, ഞാൻ ചമ്മി. ഹായ് തക്കരെ. അയ്യോ ഹായ്, ഇവിടെ വാ. ഇത് എന്തിനീ വാ. മതി അപ്പൊ എന്റെ പോ ചെല്ലരി നിനക്ക് ഞാൻ തരില്ല. അങ്ങനെ ഞങ്ങൾ നമ്മുടെ അപ്പനെ കൊണ്ടുവരാൻ നല്ല ചൂടായതുകൊണ്ട് ആള് നല്ല ചൂടായിട്ട് കിടക്കാണ്. കണ്ടോ ഇങ്ങനെ അരയ്ക്കുന്ന നല്ല ചൂടാ അവിടെ വീടിനുള്ളിൽ. അതാണ് ഇങ്ങനെ അരയ്ക്കുന്നത്. പിന്നെ അച്ഛന്താ ഉഷാറായിട്ട് ഇരിപ്പുണ്ട്. യൂട്യൂബാ. അപ്പോൾ അതാ ഹോസ്പിറ്റലൊക്കെ പോയി ചെക്കപ്പൊക്കെ നടത്തി നല്ല കുട്ടപ്പനായി വന്നിരിപ്പുണ്ട്. ഇനി അടുത്ത് അമ്മയെ കാണിച്ചു തരാം. രണ്ടുപേരും ഭയങ്കര കപ്പിളായിട്ട് റെഡിൽ നിൽക്കുകയാണ്. കപ്പിൾ ഗോൾസ്. കണ്ടോ അച്ഛൻ ചിരിച്ചോണ്ടിരിക്കുന്നുണ്ട് കോൾഗേറ്റിന്റെ പരസ്യം. ആളിപ്പോ ഒന്ന് വയ്യാത്തത് കൊണ്ട് ടയർഡായി പോയി. 2 ദിവസത്തിനുള്ളിൽ പുള്ളി പൂർണ്ണമായി ആരോഗ്യമായി തിരിച്ചു വരുന്നതാണ്. ഒന്നിച്ചിരി ഒന്ന് ആള് ഇതായി പോയി അല്ലേ. നല്ല തടിച്ചൊക്കെ ഇരുന്ന ആളായിരുന്നു. ഓട്ടത്തിലായതുകൊണ്ട് അച്ഛന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ ഞങ്ങള് അങ്ങനെ ആക്റ്റീവ് ആവാൻ പറ്റിയില്ല. അച്ഛൻ എല്ലാരെയും തോൽപ്പിച്ചുകൊണ്ട് മുന്നിൽ ഇപ്പൊ കേറും. ഈ ഇലക്ഷന് മുന്നേ വൻ ഭൂരിപക്ഷത്തോടുകൂടി അച്ഛൻ കയറി വരും. ഓ എന്താ പാവങ്ങൾ ഉറങ്ങുന്നത്. എന്റെ പൊന്നോ കള്ള ഉറക്കാണല്ലേ. ആ അപ്പോ അപ്പോ റാംബോ മൈൻഡൊന്നുമില്ല, ഒരു മൈൻഡും ഇല്ല അല്ലേ. അങ്ങനെ ഞങ്ങൾ എല്ലാ പരിപാടിയും തീർത്തു. അല്ല അതൊരു പൊലിപ്പിക്കാൻ ഒന്ന് കൊഴുക്കാൻ വേണ്ടിട്ട് പറയില്ലേ നമ്മൾ. അപ്പോൾ ഞങ്ങൾ എല്ലാ പരിപാടിയും തീർത്തു. ഫ്ലാറ്റിലെത്തി, കുളിച്ചു, റെഡിയായി, വീണ്ടും പുറത്തു പോവാണ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, ചുമ്മാ ഒന്ന് ചായ കുടിക്കാനായിട്ട്. പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ വിശക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ ഒന്ന് താഴെ പോയിട്ട് നമ്മളോട് അടുത്തൊരു ചായക്കടയുണ്ട്, നമ്മുടെ സംസമിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ അവിടെ നല്ല എന്താ പറയുക സ്നാക്സ് ഒക്കെ ഉണ്ട് ഈ സമയത്ത്. ഇപ്പോൾ സമയത്ത് 10 മണി, ഏകദേശം 10 മണിയൊക്കെ ആയില്ലേ. 10-10:30 അപ്പോൾ ഇത് കഴിഞ്ഞ് ചായ കുടിച്ച് വന്ന് നേരെ കിടന്നു ഒന്ന് ഉറങ്ങണം. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ തീരുവാണ്. പിന്നെ താഴെ പോയി എടുക്കാമെന്ന് വിചാരിച്ചാണ് ചായ കുടിക്കുന്നത്. പക്ഷേ ഇരുട്ടാണ്. ആ ഏരിയയിലൊക്കെ ഒരു ഇരുട്ട് പോലെയാണ്. അപ്പം നമ്മൾ നടന്നു പോയി അങ്ങനെ കുടിക്കാന്നുള്ള പ്ലാനിലാണ്. അതുകൊണ്ട് വേറൊരു ദിവസം നമുക്ക് ആ ചായക്കടയും നമ്മുടെ അവിടുത്തെ പരിപാടികളൊക്കെ കാണിച്ചു തരുന്നതാണ്.
അപ്പോൾ എന്തായാലും ഗുഡ് നൈറ്റ്. ബൈ. ഗുഡ് നൈറ്റ്.